പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ അൻആറാഫിന്റെ 56ാമത്തെ സൂക്തത്തിൽ നാം ഇങ്ങനെ പറഞ്ഞു: ഇന്ന റഹ്മത്തുല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. ഇന്ന റഹ്മത്തുല്ലാഹി, നിശ്ചയം അല്ലാഹുവിന്റെ റഹ്മത്ത്, ഖരീബും മിനൽ മുഹ്സിനീൻ, അത് മുഹ്സിനീങ്ങൾക്ക് ഏറെ അടുത്തതാണ്, അവരോടൊപ്പമുണ്ട് അല്ലാഹുവിന്റെ കാരുണ്യം. നമുക്കറിയാം, ഓരോ തവണയും ഏത് സൂറത്ത് ഓതുകയാണെങ്കിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണ്യനും കരുണാവാരിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഒരു സംഗതി കൊടുക്കുകയാണെങ്കിലും വാങ്ങുകയാണെങ്കിലും വീട്ടിൽ നിന്ന് ഒരാൾ പുറത്തിറങ്ങുകയാണെങ്കിലും ഒക്കെ നമ്മൾ ഉച്ചരിക്കുന്ന ഒരു മഹാൻ വചനം. അതിലും പറയുന്നത് റഹ്മാനും റഹീമും അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ വൈപുല്യത്തെ കുറിച്ച്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതും അതാണ്: ഇന്ന റഹ്മത്തുല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. നിശ്ചയം അല്ലാഹുവിന്റെ കാരുണ്യം അത് മുഹ്സിനീങ്ങളുടെ കൂടെയുള്ള ഏറ്റവും സമീപസ്ഥമാണ് എന്നാണ്. മഹത്തുക്കൾ തഫ്സീറിൽ പറഞ്ഞു, ആരാണ് ഈ മുഹ്സിനീങ്ങൾ? അല്ലദീന യത്തബിഊന അവാമിറഹു, ഒന്ന് അല്ലാഹുവിന്റെ കൽപ്പനകൾ പിൻപറ്റി ജീവിക്കുന്നവർ. വയതർകൂന സവാജിറഹു, അല്ലാഹുവിന്റെ നിരോധാജ്ഞകളെ കൃത്യമായിട്ട് ജീവിതത്തിൽ നിന്നും നിരോധിക്കുന്നവർ, ഉപേക്ഷിക്കുന്നവർ. മുഹ്സിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ രൂപത്തിലാണ് നമ്മുടെ ജീവിതമെങ്കിൽ റമളാനിന്റെ ആദ്യത്തെ 10 റഹ്മത്ത് മാത്രമല്ല, ജീവിതമാസകലം അല്ലാഹുവിന്റെ റഹ്മത്ത് നമ്മുടെ കൂടെ ഉണ്ടാകും. സദാസമയവും അല്ലാഹുവിന്റെ കാരുണ്യം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഒരു മനുഷ്യന്റെ ശരീരം മാത്രം എടുത്ത് പരിശോധിച്ചാൽ തന്നെ അല്ലാഹു നൽകുന്ന അത്ഭുതകരമായ ഒരുപാട് കാരുണ്യങ്ങളുണ്ട്. വായയിൽ നിർഗളിച്ചുകൊണ്ടിരിക്കുന്ന ഉമിനീര്, ആ ഉമിനീര് ഇല്ലായിരുന്നു എങ്കിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും, ദഹന പ്രക്രിയക്ക് പ്രതിബന്ധങ്ങൾ ഉണ്ടാകും. കണ്ണിൽ വരുന്ന കണ്ണുനീര് ഇല്ലായെങ്കിലും അതവന്റെ ആരോഗ്യത്തെ സാരമായിട്ട് ബാധിക്കും. എന്ന് വേണ്ട, ശരീരത്തിന്റെ വിവിധങ്ങളായ അവയവങ്ങളിലൂടെ അല്ലാഹുവിന്റെ കാരുണ്യത്തെ ഒരു വിശ്വാസിക്ക് സദാസമയവും ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ അതിശക്തമായിട്ടുള്ള കാവലും കാരുണ്യവും സദാസമയവും നമ്മുടെ കൂടെയുണ്ടെന്ന് സാരം. പക്ഷേ ജീവിതമാസകലം കാരുണ്യം ചെയ്യുന്ന അല്ലാഹു വിശുദ്ധമായ റമളാനിൽ കാരുണ്യത്തിന് വേണ്ടി മാത്രം ഒരു 10 ദിനങ്ങളെ അല്ലാഹു പ്രത്യേകം സെലക്ട് ചെയ്തുകൊണ്ട് തിരഞ്ഞെടുത്തു. എന്തുകൊണ്ട്? സാധാരണ ചെയ്യുന്നതിനേക്കാളേറെ കാരുണ്യം ഈ മനുഷ്യൻ അല്ലാഹു കൊടുക്കുകയാണ്. അതിനെന്തേ കാരണം? അവൻ അല്ലാഹുവിന് വേണ്ടി സകലതും സമർപ്പിച്ചുകൊണ്ട് ഭക്ഷണം ഒഴിവാക്കി, പാനീയം ഒഴിവാക്കി, മറ്റെല്ലാ മോഹങ്ങളും ഇച്ഛകളും താല്പര്യങ്ങളും എല്ലാം ഒഴിവാക്കിയിട്ട് ദാഹം സഹിക്കുന്നു, വിശപ്പ് സഹിക്കുന്നു, ക്ഷീണം സഹിക്കുന്നു. എന്തിനു വേണ്ടി? ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതൊക്കെ സർവ്വലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിന് വേണ്ടിയാണ് ഈ മനുഷ്യൻ സഹിക്കുന്നത്. അപ്പൊ അല്ലാഹുവിന്റെ റഹ്മത്ത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തോട് ഏറ്റവും കടപ്പെട്ടുകൊണ്ട് ഏറ്റവും അടുത്തു നിന്നുകൊണ്ട് സദാസമയവും അല്ലാഹുവിന്റെ റഹ്മത്ത് അവന്റെ കൂടെയുണ്ട്. ആ റഹ്മത്ത് ഈ 10 ദിനം അവസാനിക്കുന്നതിന് മുമ്പ് റഹ്മാനായ റബ്ബിനെ കുറിച്ചും ആ റബ്ബ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന കാരണത്തെ കുറിച്ച് നമ്മൾ കൂടുതൽ ബോധവാന്മാരാകുകയും, ഇതൊക്കെ എനിക്ക് ഒരുക്കി തരുന്നത് എന്റെ റബ്ബിന്റെ കാരുണ്യം അതൊന്നുകൊണ്ട് മാത്രമാണ് എന്ന് ചിന്തിക്കാനും സാധ്യമാകും. അതിനു വേണ്ടിയാണ് അല്ലാഹു മറ്റുള്ള സമയങ്ങളിലൊക്കെ അവന്റെ കാരുണ്യം ഉണ്ടായിട്ടും റമളാനിൽ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് ശ്രദ്ധേയമായ 10 ദിനം അല്ലാഹു അതിനു വേണ്ടി തിരഞ്ഞെടുത്തു. പിന്നെയോ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോ, ഏതാനും ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ശനിയാഴ്ചത്തെ സൂര്യാസ്തമയം വരുമ്പോൾ നമ്മൾ ഈ ദിക്ർ മാറ്റുന്നു.
അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീം എന്ന ദിക്ർ മാറ്റിയിട്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന ദിക്ർ ചൊല്ലാനിരിക്കുകയാണ്. എന്താണ് പറയുന്നത്? എന്റെ ദോഷങ്ങൾ പുറത്തു തരണേ അല്ലാഹ്, എന്റെ ദോഷങ്ങൾ പുറത്തു തരണേ അല്ലാഹ് എന്ന് അല്ലാഹുവിനോട് പറയുകയാണ്. പട്ടിണി കിടന്നിട്ടും ഒരാൾക്ക് അവരുടെ ദോഷം പൊറപ്പിക്കാൻ സാധ്യമായിരുന്നെങ്കിൽ ചരിത്രത്തിൽ ഏറ്റവും വലിയ നിർഭാഗ്യവാൻ അവനാകും. അഥവാ നമ്മളാകും, മറ്റുള്ളവരാണെങ്കിൽ അവരാണ്. എല്ലാത്തിനും ഒരു വലിയ ലക്ഷ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു ആന്തരികമായ സൗന്ദര്യമുണ്ടെങ്കിൽ റമദാനിന്റെ ആന്തരികമായ സൗന്ദര്യം എന്ന് പറയുന്നത് മഗ്ഫിറത്താണ്. ആ മഗ്ഫിറത്ത് ഉണ്ടായിട്ട് കാര്യമില്ല, നമുക്കത് ആവശ്യമുണ്ടായിട്ട് കാര്യമില്ല. ആ മഗ്ഫിറത്ത് കിട്ടാൻ ആവശ്യമായ പണി നമ്മൾ എടുക്കണം. നമ്മളിപ്പോ ഉദാഹരണം പറയാറുണ്ട്, ഒരു ചെറിയ കുഞ്ഞിന് ഉമ്മയുടെ മുലപ്പാൽ ആവശ്യമുണ്ട്. ഉമ്മയിൽ കുഞ്ഞിന് ആവശ്യമായ മുലപ്പാൽ ഉമ്മയുടെ അവയവത്തിൽ ഉണ്ടതാണ്. കുഞ്ഞിന് പാൽ ആവശ്യവുമുണ്ട്. പക്ഷെ ഈ രണ്ട് ഘടകങ്ങൾ മാത്രം ഉണ്ടായത് കൊണ്ട് എന്താവില്ല, കുഞ്ഞിന്റെ അകത്തേക്ക് ഉമ്മയുടെ അമ്മിഞ്ഞ പാൽ എത്തൂല. എന്ത് വേണം? ഒന്നും കൊണ്ടേ ഉമ്മയിൽ നിന്ന് ഈ പാല് കുടിക്കുക വലിച്ചു കുടിക്കുക എന്ന പണി ആര് ചെയ്യണം? ഈ കുഞ്ഞ് ചെയ്യണം. പല കുഞ്ഞുങ്ങളെ കുറിച്ചും പറയില്ലേ, കുഞ്ഞിന് പാല് കുടിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ പാല് കുടിച്ചാൽ തന്നെ തരിപ്പിൽ പോവുകയാണ്, അല്ലെങ്കിൽ പാല് വഴിമാറി പോവുകയാണ്, പ്രശ്നം വരികയാണ്, ഇപ്പോൾ കൊടുക്കേണ്ടതെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. 6 മാസം അങ്ങനെ വേണത്രയെന്നൊക്കെ പറയാറുണ്ട്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഉമ്മയിൽ കുഞ്ഞിനുള്ള പാലുണ്ട്, കുഞ്ഞിന് മുലപ്പാൽ ആവശ്യവുമുണ്ട്. ഇത് രണ്ടും ഉണ്ടായത് കൊണ്ടായില്ല ഈ കുഞ്ഞിന് ആവശ്യമായ പാല് കുടിക്കാനുള്ള പണി, ശ്രമം ഈ കുഞ്ഞ് നിർവഹിക്കണം. എന്ന പോലെ അല്ലാഹുവിൽ മഗ്ഫിറത്തുണ്ട്, അടിമക്ക് മഗ്ഫിറത്ത് ആവശ്യവുമാണ്. ഇത് രണ്ടും ഉണ്ടായിട്ടുണ്ട് കാര്യമില്ല. എന്ത് വേണം? മഗ്ഫിറത്ത് കിട്ടാനുള്ള പണി അടിമ ചെയ്യണം. മഗ്ഫിറത്താണ് വലിയ വിഷയം. മഗ്ഫിറത്ത് ഉണ്ടെങ്കിൽ അല്ലാഹുവിന്റെ പൊരുത്തായി. അതിനപ്പുറം ഒരു മുഅ്മിൻ എന്താണ്? ധാരാളം കൊല്ലം ജീവിച്ച് മരിച്ചു പോയ ഒരാളും ചെറുപ്പത്തിൽ ജീവിച്ച് മരിച്ചു പോയ ഒരാളും നാളെ പരലോകത്ത് വരുന്നതാണ്. അപ്പൊ പറയത്ര പഠിച്ചോനെ, ഓൻ തോനക്കാലം ജീവിച്ചു, എനിക്ക് കുറച്ചല്ലേ നിങ്ങൾ ആയുസ് തന്നോളൂ, എനിക്ക് തോനക്കാലം ആയുസ് കിട്ടിയിരുന്നെങ്കിൽ നിന്റെ തൃപ്തി എന്താണോ, നിന്റെ കൽപ്പന എന്താണോ, അതനുസരിച്ച് ഞാൻ ജീവിച്ചിട്ട് നിന്റെ തൃപ്തി ഞാൻ കരസ്ഥമാക്കുമായിരുന്നു എന്ന് ഈ മനുഷ്യൻ പറയും. അപ്പൊ എന്താ ചെയ്യണ പണി? എന്താ? ഓനോട് അവിടെ വെച്ച് വഴങ്ങാറില്ല, ഓനോട് നേരെ നരകത്തിലാണ് പോകാൻ. ആ സ്പോട്ടിൽ നരകത്തിലാണ് പോകുന്നതാണ്. അപ്പൊ അള്ളാഹു തിരിച്ചു വരും. വേണ്ട, എനിക്ക് മനസ്സിലായി. ഇത് നേരത്തെ പറഞ്ഞ എന്താണ്? ആയുസ് തോന്നെ തന്നിരുന്നു എങ്കിൽ നിങ്ങൾ പറഞ്ഞ അമ്മ പറഞ്ഞതൊക്കെ ഞാൻ കേൾക്കും. അത് കേൾക്കുന്ന എനിക്ക് മനസ്സിലായി. എന്തുകൊണ്ട്? നരകത്തിലാണ് പോകാൻ പറഞ്ഞത് ചൂടല്ലേ എന്ന് പറഞ്ഞത് വേഗടിച്ചില്ല. നേരെ അമ്മ പറഞ്ഞ പണി ചെയ്യാൻ നീ കൂട്ടാക്കില്ലേ, അതുകൊണ്ട് നിനക്ക് നിന്നെ എനിക്ക് മനസ്സിലായി അള്ളാഹു ആ മനുഷ്യരോട് പറയുന്നത്. അപ്പൊ ഏറ്റവും പ്രധാനം മഗ്ഫിറത്തോടെയുള്ള അള്ളാഹുവിന്റെ റിളയാണ്, അള്ളാഹുവിന്റെ തൃപ്തിയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ സൂചിപ്പിച്ചത് ആ മഗ്ഫിറത്ത് അള്ളാഹുവിലുണ്ട്. ഇനി വേറെ കേൾക്കണം, അള്ളാഹ് അടിമക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളിൽ അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട പണി എന്താണ്? മഗ്ഫിറത്താണ്, പുറത്തു കൊടുക്കലാണ്. അല്ലാതെ എല്ലാവരും കൂടി നരകത്തിൽ ഇടണം എന്നല്ല അതാണ് തീരുമാനം. അടിമ എങ്ങനെങ്കിലൊക്കെ ദോഷം പൊറിച്ച് രക്ഷപ്പെട്ട് പാലം കടന്ന് എവിടെ എത്തണം? സ്വർഗത്തിലെത്തും. നമ്മൾ പറയില്ലേ, എങ്ങനെങ്കിലൊക്കെ പാലം കടക്കണം, സ്വർഗത്തിലെത്തണമെന്നാണ്. ആ ഒരു വഴിയിലൂടെ അള്ളാഹു ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആ വഴി ലഭിക്കാൻ ആവശ്യമായ പണി അടിമ ചെയ്യണമെന്ന് മാത്രം. പരിശുദ്ധമായ ഖുർആൻ മഗ്ഫിറത്തുമായി ധാരാളം പരാമർശം നടത്തിയത് നമുക്ക് കാണാൻ സാധ്യമാണ്. അതിലേക്ക് ഈ സമയത്ത് ദീർഘമായിട്ട് കിടക്കുകയില്ല. അതുകൊണ്ട് ആദ്യവും അവസാനമായി സൂചിപ്പിക്കുന്നത്, മഗ്ഫിറത്ത് ലഭ്യമാകാതെ ഇത് റമദാൻ നമ്മോട് വിട പറയുന്ന ഒരു സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാകാൻ കഴിയില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്നാണ്. നിങ്ങൾ നോക്ക്, പരിശുദ്ധമായ ഖുർആൻ
സൂറത്തുൽ അഹ്സാബിൽ പരാമർശിക്കുന്ന ശ്രദ്ധേയമായ വചനമുണ്ട്. സൂറത്തുൽ അഹ്സാബിന്റെ മനോഹരമായ വരികൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. إن المسلمين والمسلمات والمؤمنين والمؤمنات والقانتين والقانتات والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا. ഇന്നത്തെ അവസാനം പറയുന്നത് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ. നോക്കണേ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തുൽ അഹ്സാബിന്റെ മനോഹരമായ വരികൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അവസാനം ഈ ആയത്ത് സമാപിക്കുന്നതിനെയാണ് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വ അജ്റൻ അദീമ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യർ, ഈ നേരത്തെ പരാമർശിക്കപ്പെട്ട ആളുകൾക്ക് കൃത്യമായിട്ടുള്ള മഗ്ഫിറത്ത് അല്ലാഹു കൊടുക്കുകയും വ അജ്റൻ അദീമ, വണ്ണമായ പ്രതിഫലവും ആ മനുഷ്യന് അല്ലാഹു കൊടുക്കും. ആർക്കാണ് അല്ലാഹു കൊടുക്കുന്നത്? ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, സമർപ്പണം ചെയ്യുന്ന ആണും പെണ്ണും, സത്യവിശ്വാസികളായ ആണും പെണ്ണും, നല്ല ഭയഭക്തിയുള്ളവരായ സ്ത്രീയും പുരുഷനും, ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും സത്യസന്ധത മുറുകെ പിടിക്കുന്ന ആണിനും പെണ്ണിനും, ക്ഷമാലുക്കളായ പെണ്ണിനും ആണിനും, അത് മാത്രമല്ല വിനയത്തോടെ ജീവിക്കുന്ന ആണിനും പെണ്ണിനും, അത് മാത്രമല്ല ദാനശീലം സദഖ കൊടുക്കുന്ന സ്വഭാവമുള്ള ആണിനും പെണ്ണിനും, അത് മാത്രമല്ല നോമ്പനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും, അത് മാത്രമല്ല എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ, തന്റെ ഗുഹ്യാവയവങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് തങ്ങളുടെ ഗുഹ്യാവയവങ്ങളെ ഒരു തിന്മയിലേക്ക് പോകാതെ കാത്തു സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ആണിനും പെണ്ണിനുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലം നൽകുമെന്നാണ്. അത് മാത്രമല്ല അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന, ദിക്ർ ചൊല്ലുന്ന ആളുകൾ, ഇവർക്ക് അല്ലാഹു അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വ അജ്റൻ അദീമ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് ഉണ്ടെന്നല്ല, മഗ്ഫിറത്ത് ഉണ്ടെന്ന് പറയില്ല, മഗ്ഫിറത്ത് എന്നല്ല, അഅദ്ദല്ലാഹു ലഹും, അല്ലാഹു അവർക്ക് റെഡിയാക്കി ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താ, ഇവർക്ക് ഈ സ്വഭാവം നേരത്തെ പറഞ്ഞ സമർപ്പണവും സത്യവിശ്വാസവും ഭയഭക്തിയും സത്യസന്ധതയും ക്ഷമാശീലവും വിനയവും ദാനശീലവും നോമ്പിന്റെ ശീലവും ലൈംഗികാവയവങ്ങളെ കൃത്യമായിക്കൊണ്ട് തിന്മകളെ തൊട്ട് ഹറാമുകളെ തൊട്ട് സംരക്ഷിക്കുകയും ജീവിക്കുന്ന ആളുകൾ, അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, ഇവർക്ക് അല്ലാഹു മഗ്ഫിറത്തിനെ ഒരുക്കി തയ്യാറാക്കി വെച്ച് കൊടുക്കാനുള്ള അതിയായ താല്പര്യമാണ്. ഈ സ്വഭാവമുള്ള ഒരാളുണ്ടെങ്കിൽ അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറ, അല്ലാഹു അവർക്ക് മഗ്ഫിറത്തിനെ ഒരുക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ മഗ്ഫിറത്ത് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കൂടെ ഉണ്ടാവും. അത് ഉണ്ടാകും. ഈ ആയത്ത് റമദാനിൽ മാത്രമല്ലല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞ കുറെ സ്വഭാവങ്ങൾ എങ്ങനെയാ മുഅ്മിനായ ആണും പെണ്ണുണ്ട്. ഈ സ്വഭാവം പോലെ മരിക്കോളുണ്ടാവണം. അപ്പൊ മരിക്കോൾ എന്തുണ്ട്? അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കും. അപ്പൊ റമദാനിൽ മഗ്ഫിറത്ത് എന്തായാലും ഉണ്ട്. റമദാൻ കഴിഞ്ഞാലും പുറത്തു തരുന്ന അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധവും ബന്ധവും ആ ഒരു രീതിയും മുഅ്മിനെ നമ്മുടെ ഖൽബിൽ ഉണ്ടാകണം. റമദാനിൽ ഏതായാലും വേണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? മഗ്ഫിറത്തിനായിട്ട് ദിവസം അല്ലാഹു നമുക്ക് 10 ദിവസം ഒരുക്കി തന്നിട്ടും നമുക്ക് മഗ്ഫിറത്ത് ലഭ്യമായില്ല എങ്കിൽ ഏറ്റവും വലിയ നഷ്ടമാണ്. അങ്ങനെ പറയാൻ വേറെ പ്രത്യേകത കൂടിയുണ്ട്. മറ്റു സമയങ്ങളിലേക്ക് മനുഷ്യ സഹജമായി മനുഷ്യൻ തെറ്റിലേക്ക് പോകാൻ ഒരുപാട് വഴികളുണ്ടെങ്കിൽ പട്ടിണി കിടക്കുന്ന ഒരാള് പരമാവധി
അതിൽ നിന്നൊക്കെ മാറി നിൽക്കും. അവനൊക്കെ മനസ്സ് നന്മയിലേക്ക് നീങ്ങി നിർഗളിച്ചു. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതിനെന്ത് വേണം? നോമ്പിന്റെ സകലമായ ആദാബുകളും നമ്മൾ പാലിക്കണം. ഒരാൾ നോമ്പനുഷ്ഠിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യം പറയാം. അള്ളാഹുവിന് അമലുകളുടെ കൂട്ടത്തിൽ ഒരുപാട് ഐറ്റംസ് അമലുകളുണ്ട്. ഹദീസ് തന്നെ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ അമൽ അൽ അഅമാലു ഇൻദല്ലാഹി സബഅത്തുൻ 7 ഐറ്റം അമലുകളുണ്ട്. 7 ഐറ്റം അമല് അല്ലാഹുവിന്റെ അടുത്തുണ്ട്. ഒന്ന് സ്വർഗ്ഗവും നരകവും നിർബന്ധമാണ്. അതേതാ? ശിർക്കും ഈമാനും കുഫറും. ഈമാൻ ഉണ്ടെങ്കിൽ സ്വർഗ്ഗമുണ്ട്, കുഫർ ഉണ്ടെങ്കിൽ നരകമുണ്ട്. അടുത്തത് 3ഉം 4ഉം പറയുന്നത് ഏതാണ്? ഒന്നിന് ഒന്നന്നെ പ്രതിഫലം കിട്ടുന്നത്. എന്താ? ഒരു തെറ്റ് ഒരാൾ ചെയ്തു, ഒന്നും ഒറ്റ ശിക്ഷ അല്ലാഹു രേഖപ്പെടുത്തുന്നു. പിന്നെ അതേപോലെ തന്നെയാണ് ഒരാൾ നന്മ ചെയ്യാൻ കരുതി പക്ഷെ ചെയ്തില്ല, അതിനും ഒരു നന്മയുടെ പ്രതിഫലം ഉണ്ടാവും. നന്മ ചെയ്യണമോ കരുതി പക്ഷെ നടന്നില്ല, ചെയ്തില്ല, എന്നാൽ കരുതലിന് ഒരു നന്മ ചെയ്ത കൂടി. അടുത്ത സ്റ്റെപ്പ് പറയുന്നതോ 5ാമത്തെ സ്റ്റെപ്പ് പറയുന്നതോ ഒരു നന്മന് പക്ഷേ 10 ഇരട്ടി പ്രതിഫലം ഉണ്ടാകും. 6ാമത്തെ സംഗതി പറയുന്നതോ ഒന്നിന് അല്ലാഹു 700 ഇരട്ടി പ്രതിഫലം കൊടുക്കുന്ന അമല്. 7ാമത്തെ കേൾക്കണേ ഉമ്മമാരെ, 7ാമത്തെ കേൾക്കണേ സഹോദരങ്ങളെ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ 7ാമത്തത് അല്ലാഹുവിന് വേണ്ടി നോമ്പ് നോൽക്കൽ. എന്താ നോമ്പിന്റെ പ്രത്യേകത? ഒന്നാണോ? 10 ഇരട്ടിയാണോ? 700 ആണോ? 70,000 ആണോ? അതിനെ കുറിച്ച് പറഞ്ഞു തന്നെ നോമ്പിന്റെ പ്രതിഫലം എത്രയെന്ന് അല്ലാഹുവല്ലാതെ അറിയാം. എപ്പോഴും കേൾക്കുന്ന ഹദീസ് നമ്മളെ പലപ്പോഴും കേട്ടതാണ്. നോമ്പ് എനിക്കുള്ളതാണ്, അതിന് പ്രതിഫലം കൊടുക്കാൻ ഞാനാണ്. മറ്റൊക്കെ അളവ് പറഞ്ഞു. ഈമാനും കുഫറും വേർതിരിക്കുന്ന സംഗതിക്ക് അളവ് പറഞ്ഞു. അല്ലെങ്കിൽ അതിന് ശേഷം വരുന്ന ഒന്നിന് 1 കിട്ടുന്നത് പറഞ്ഞു, ഒന്നിന് 10 ഇരട്ടി കിട്ടുന്നത് പറഞ്ഞു, ഒന്നിന് 700 അതിലപ്പുറം കിട്ടുന്നത് പറഞ്ഞു. പക്ഷെ നോമ്പിനെ കുറിച്ച് 7ാമത്തെ ഐറ്റം പറഞ്ഞത് അല്ലാഹുക്കല്ലാതെ നോമ്പിന്റെ പ്രതിഫലം എത്രയാണെന്ന് അറിയില്ല. അല്ലാഹു കയ്യും കണക്കില്ലാതെ കൊടുക്കും. കയ്യും കണക്കുമില്ലാതെ അല്ലാഹു കൊടുക്കും. കൃത്യമായിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധമായ ഹദീസിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. ഈ ഒരു അവസ്ഥയിലേക്ക് ഒരു മുഅ്മിനായ മനുഷ്യന്റെ നോമ്പ് എത്തണം എന്നതാണ്. അതുകൂടെ പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നു. നോമ്പിന്റെ പവിത്രമായ സ്ഥാനം, അനുവദനീയമായ കാര്യങ്ങൾ വരെ മാറ്റിവെക്കൽ. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ പറഞ്ഞു അനുവദനീയമാണ്, പക്ഷെ നോമ്പിനോട് യോജിപ്പില്ല. കിതാബിലെ ഉദാഹരണം പറഞ്ഞ തന്നെ റൈഹാൻ പുഷ്പം
റൈഹാൻ പുഷ്പത്തെ ഒരാൾ മണത്തു നോക്കൽ, അതിന്റെ സ്മെല്ല്, അതിപ്പോ തെറ്റായ സംഗതിയൊന്നുമല്ല. പക്ഷെ നോമ്പുകാരൻ അതുവരെ മാറ്റി വെക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മറ്റു ആഡംബരത്തോട്, ആനന്ദത്തോട്, വിനോദത്തോടൊക്കെ ഒരു മനസ്സുകൊണ്ട് അതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട്, പ്രഖ്യാപിച്ചുകൊണ്ട് നോമ്പിന്റെ മനോഹരമായ ആ ഒരു സിറ്, അതിന്റെ ഹിക്മത്ത്, അത് ലാളിത്യവും, അത് വിനയവും, അത് സമർപ്പണവും, അത് ത്യാഗവുമാണ്. അത് രസങ്ങളല്ല. എന്നാലോ ആത്മീയമായ ഈ രസം ആയിരിക്കണം. ഈ ഒഴിഞ്ഞു നിൽക്കൽ നമുക്ക് രസമായി തോന്നുന്നതാണ്. അതിന് ഉദാഹരണം പറഞ്ഞത്, ഒരു പൂ മണത്ത് നോക്കുക എന്നത് അത്ര വലിയ തെറ്റല്ല, അനുവദനീയമാണ് താനും. പക്ഷെ നോമ്പിന് അതുപോലെ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അനുവദനീയമായ കേൾവി, കാഴ്ച, മറ്റേത് ആവട്ടെ, കണ്ണിനും കാതിനും മനസ്സിനും രസമുള്ളത് ഹലാലാണെങ്കിൽ പോലും നോമ്പിന് വേണ്ട എന്നതാണ് പഠിപ്പിക്കുന്നത്. കാരണം നോമ്പിന്റെ പവിത്രമായ ഒരു ശൈലി അത് ഇതിനോട് യോജിക്കുന്നില്ല എന്നർത്ഥം. നോമ്പിൽ നേരം പോകാൻ വേണ്ടിയിട്ട് മൊബൈലിൽ പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ നിർവഹിക്കുക, അതൊന്നും നോമ്പിന്റെ നേരം പോക്ക് പരിശുദ്ധ ഖുർആനല്ലേ? നോമ്പിന്റെ നേരം പോക്ക് ഇസ്തിഗ്ഫാറല്ലേ? സഹോദരിമാരെ, നമ്മുടെ സാധാരണ ചെല്ലുന്ന അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ കേവലം നിസ്കാര ശേഷം 3 വട്ടം ചെല്ലണമെന്നല്ലോ മുത്തനബി പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആ 4 കാര്യം റമദാനിൽ അധികരിപ്പിക്കണം. 2 കാര്യം നിങ്ങളെ റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നതും 2 കാര്യം നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതുമാണ്. റബ്ബിനെ തൃപ്തിപ്പെടുന്ന 2 കാര്യം ഏതാണ്? ഒന്ന് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിന്റെ ഷഹാദത്ത് എന്താ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ടാമത്തതോ തസ്തഗ്ഫിറുഹു ഫീ, നിങ്ങൾ ആ മാസത്തിൽ അല്ലാഹുവിന്റെ പൊറുക്കലിനെ തേടണം, അതും പറയുന്നുണ്ട് അസ്തഗ്ഫിറുല്ലാഹ്. പിന്നെ 2 കാര്യം നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത, ഒന്ന് കിട്ടലും ആവശ്യമാണ്, ഒന്ന് ഒഴിയലും ആവശ്യമാണ്. സ്വർഗം കിട്ടലും ആവശ്യമാണ്, നരകം ഒഴിഞ്ഞു കിട്ടലും ആവശ്യമാണ്. അതാണ് പിന്നെ ചോദിക്കുന്നത് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ചൊല്ലിക്കാണി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. 4 കാര്യം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഈ 4 കാര്യവും നിങ്ങൾ വസ്തഗ്ഫിറൂ ഫീഹി മിൻ 4 ഖിസാൽ. 4 കാര്യം നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണം, ചെല്ലണം എന്നല്ല, നിങ്ങൾ അധികരിപ്പിക്കണേ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പിന്റെ പവിത്രത അത്രമേൽ വലുതാണ്, അനുവദനീയം. അതുകൊണ്ടാണല്ലോ നോമ്പിന്റെ ആത്യന്തികമായ ലക്ഷ്യം തത്വയാണ്. തത്വമൊക്കെ നമ്മൾ പലപ്പോഴും നിർവചനം പറഞ്ഞിട്ടുണ്ട്. ഹറാമിൽ ചെന്ന് ചേരുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഹലാൽ വരെ ഒഴിവാക്കാം. ഇപ്പോൾ അവൻ നിർവഹിക്കാനിരിക്കുന്ന ഒരു സംഗതി ഹലാലാണ്, പക്ഷെ പോയി അതിന്റെ ആ തലത്തിൽ എന്തുണ്ട്? ഒരു ഹറാമിന് സാധ്യതയെങ്കിൽ തൽക്കാലം ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിക്കൽ, അത് തത്വയാണ്. ഇവിടെ അതിന്റെയാണ് നോമ്പിന് ലക്ഷ്യം തത്വയാണെങ്കിൽ നോമ്പിന്റെ സുന്നത്തുകൾ, മഹത്തുകൾ എണ്ണിയ എന്നർത്ഥമുള്ള മോഹങ്ങളും ഇച്ഛകളും താല്പര്യങ്ങളും മറ്റുള്ളതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സമ്പൂർണമായിട്ടുള്ള സമർപ്പണമായ ജീവിതമാണ് നോമ്പിൽ. മാത്രമല്ല ആലോചിച്ചത്, നോമ്പ് കണ്ട് തുറക്കുന്ന നേരം ഹദീസ് പറയുന്നുണ്ട്, ഇന്നല്ലാഹ യഗ്ഫിറു ലിൽ അബ്ദിൽ മുസ്ലിമി ഇൻദ ഇഫ്താരിഹി. ഒരു സത്യവിശ്വാസിയായ അടിമക്ക് അല്ലാഹു ഇഫ്താറിന്റെ നേരത്ത് പുറത്തു കൊടുക്കും. എപ്പോ? അത്താഴത്തിനല്ല, നിസ്കരിക്കുമ്പോഴല്ല, തറാവീഹിനല്ല, എപ്പോ? ഇൻദൽ ഇഫ്താർ, നോമ്പറക്കുമ്പോൾ. ഏതൊക്കെയാണ് അവന്റെ കാലുകൊണ്ട് നടന്നുപോയ ദോഷങ്ങൾ, അവന്റെ കൈ കൊണ്ട് പിടിച്ച ദോഷങ്ങൾ, അവന്റെ കണ്ണുകൊണ്ട് നോക്കിയ ദോഷങ്ങൾ, അവന്റെ ചെവി കൊണ്ട് കേട്ട ദോഷങ്ങൾ, തന്റെ നാവ് കൊണ്ട് ഒടിഞ്ഞ സംസാരങ്ങളിൽ വന്ന ദോഷങ്ങൾ, എന്തിന് അവന്റെ കൽബിലുണ്ടായിട്ടുള്ള ദുശ്ചിന്തകളിലെ മുമ്പിനെ അതുവരെ അള്ളാഹു പുറത്തു കൊടുക്കും. എപ്പോ? തറാവീഹ് എന്നല്ല, അത്താഴത്തിന്റെ നേരത്തെന്നല്ല, തഹജ്ജുദിനെ എന്നല്ല, ജമാഅത്തിൽ പങ്കെടുക്കുമ്പോ എന്നല്ല, ഇൻദൽ ഇഫ്താർ, നോമ്പ് തുറക്കുന്ന നേരം. ഞാൻ വെള്ളിയാഴ്ച പറയണ്ടായി, ഇപ്പോഴത്തെ നോമ്പ് തുറ വരെ ആഘോഷമാക്കാണ്. പറഞ്ഞു ബീച്ചിൽ, കോഴിക്കോട് ബീച്ചിൽ, അതുപോലെ
സമാനമായിട്ടുള്ള ഒഴിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പോയി പാട്ട് പരിപാടിക്ക് വെച്ചിട്ടുള്ള ഒരു നോമ്പുതറ വരെ ആഘോഷമാണ് നടക്കും. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, നോമ്പിന്റെ സിറും അല്ലെങ്കിൽ നോമ്പിന്റെ ഹിക്മത്തിനോട് നേരെ വിപരീതമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു പൂ മണത്ത് നോക്കുവാനും തെറ്റല്ല, പക്ഷെ അതുവരെ നോമ്പിന്റെ പവിത്രതയോട് നിരക്കാത്തതാണ്. അല്പം അതിനോടൊക്കെ വിരോധം പ്രകടിപ്പിച്ചുകൊണ്ടായിരിക്കണം നോമ്പുകാരൻ. പിന്നെ നോമ്പ് തുറക്കുന്ന ആ ഇഫ്താർ സംഗമം പറഞ്ഞാണ്ട് ഈ രൂപത്തിലെ പരിപാടി തട്ടിക്കുട്ടികളുണ്ടാവും. ഇപ്പൊ അതൊക്കെ പുതിയ പുതിയ രീതികൾ തന്നെ കടന്നു വരുന്നത്. അതിലേക്ക് ദീർഘമായി പോകില്ല, നമ്മുടെ സമയം വൈകുന്നേരം. പക്ഷേ ആ നേരം ചെറിയ സംഗതിയല്ല. എവിടെ വെച്ചുകൊണ്ട് നോമ്പ് തുറക്കുകയാണെങ്കിലും അണ്ണാക്കിലേക്ക് ഒരു മുറുക്ക് വെള്ളമിറങ്ങുന്ന നേരം, ഒരു ഈത്തപ്പഴത്തിന്റെ കഷ്ണം തന്റെ തൊണ്ടയിലൂടെ താഴേക്ക് ഇറങ്ങുന്ന നേരം, മുമ്പിനെ കല്ലുകൊണ്ട്, കാതുകൊണ്ട്, കണ്ണുകൊണ്ട്, കൈകൊണ്ട്, കാലുകൊണ്ട് എന്ത് മനസ്സിലുദയം ചെയ്ത തിന്മവരെ അല്ലാഹു ഇഫ്താറിന്റെ നേരത്ത് പുറത്തു കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതാണ് നോമ്പ്. അങ്ങനെയുള്ള നോമ്പുകാരനാണെങ്കിലോ നേരത്തെ പറഞ്ഞ സുഖമൊക്കെ അള്ള കൊടുക്കും, മഗ്ഫിറത്ത് അള്ള ഒരുക്കി വെച്ചാണ്, പിന്നീട് ഒരു മാനദണ്ഡം ഇയാൾ കൊടുക്കും. നേരത്തെ നമ്മൾ ആയത്തിൽ എണ്ണിയ സൂറത്തുൽ അഹ്സാബിലെ ആ സൂത്രത്തിൽ എണ്ണിയ എല്ലാ സ്വഭാവമുള്ള ഒരാൾക്ക് പിന്നെ വേറെ മാനദണ്ഡമില്ല. എന്നാണ് അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് ഒരുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വേറൊരു മാനദണ്ഡത്തിന്റെ ആവശ്യവുമില്ല. ആ അർത്ഥത്തിലും അളവിലുമുള്ള നോമ്പായി നമ്മുടെ നോമ്പിനെ അല്ലാഹു കബൂൽ ചെയ്തുകൊണ്ട് അനുഗ്രഹിക്കട്ടെ.